ഇനി ഇതിനകത്ത് നമുക്കിപ്പോ ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ ടൈപ്പ് റിപ്പോർട്ടുകളും നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാണാം. റിപ്പോർട്ട് ഇതിന് സെയില് അതിന്റെ റീഫണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, നമുക്ക് ഇതിന്റെ ചാർട്ട് ഉണ്ട്. അത് കണക്ക് നമുക്ക് ഏത് ദിവസത്തെ വേണമെങ്കിലും ബില്ലടിച്ചിട്ടേക്കുന്ന ഇതെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ സാമ്പിൾ ഡേറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധിക ഡേറ്റ ഇവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ബില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് കാണും. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ദിവസത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കലണ്ടർ ഉണ്ട്. നമുക്ക് കലണ്ടർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ദിവസത്തെ ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു മാസത്തെയാണ്. നിങ്ങൾക്ക് ഇനി ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതല്ല നിങ്ങൾക്ക് 2-3 ദിവസം ഒരുമിച്ചാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ 2 ദിവസത്തെ വേണം എടുക്കാനുണ്ട്. അപ്പൊ അതെടുത്തിട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ദിവസത്തെ 11-12 ആണ്. അപ്പൊ ഇത് കണക്ക് നമുക്ക് ഒരു മാസത്തെ, ഒരു വർഷത്തെ, എപ്പോഴത്തെയുള്ള റിപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.